ആഫ്രിക്ക പിളരും, ഭൂമി രണ്ടാകും. വെളിപ്പെടുത്തലുമായി ശാസ്ത്രലോകം. ഏറെക്കാലമായി നമ്മൾ കേട്ടിരുന്ന ആ വാർത്ത സത്യമാകാനൊരുങ്ങുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളരും. ഹോൺ ഓഫ് ആഫ്രിക്ക അഥവാ ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന കിഴക്കൻ ഭാഗമാണ് ഭൂഖണ്ഡത്തിൽ നിന്ന് പിളർന്നു മാറുന്നത്. ഇത്തരത്തിൽ രണ്ടു ഭാഗങ്ങളായി പിളർന്നു മാറുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളാണ് വേണ്ടിവരിക. എന്നാൽ വിചാരിച്ചിരുന്നതിനേക്കാൾ വേഗത്തിലാണ് കിഴക്കൻ ആഫ്രിക്കയുടെ ഭാഗം ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗത്തു നിന്നും വേർപെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് വാർത്തകൾ. ഗവേഷകർ പറയുന്നതനുസരിച്ച് പതിയെ ഇവിടെ ഒരു പുതിയ സമുദ്രം രൂപപ്പെടുമത്രേ. ഇതോടെ ഏകദേശം 50 ലക്ഷം മുതൽ 1 കോടി വർഷത്തിനപ്പുറം ഭൂമി സ്ഥിതി തന്നെ മാറാൻ ഈ പ്രതിഭാസം കാരണമാകുമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. 2005 ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തെ ആദ്യമായി കണ്ടെത്തുന്നത്. എന്നാൽ 2 കോടി വർഷത്തിലധികമായി ഇത് രൂപപ്പെട്ടിട്ടെന്നാണ് അനുമാനം. ഭൂമിക്കടിയിലെ ടൈറ്റോണിക് പ്ലേറ്റുകളായ സൊമാലി പ്ലേറ്റും ന്യൂബിയൻ പ്ലേറ്റും തമ്മിൽ പതിയെ അകന്നു പോകുന്നതനുസരിച്ച് ഈ ഗർത്തത്തിൻ്റെ ആഴവും വീതിയും കൂടി വരികയാണ്. അകലുകയെന്നാൽ വർഷത്തിൽ കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രമെന്ന രീതിയിൽ. വർഷങ്ങൾക്കപ്പുറം ഈ വിടവിൽ ഏതൻ ഉൾക്കടലും ചെങ്കടലും വന്നു നിറയുന്നതോടെ ഭൂമിയിൽ 6ാമതൊരു സമുദ്രം കൂടി രൂപപ്പെടും. സൊമാലിയ, എത്യോപ്യ, ജിബുട്ടി തുടങ്ങിയ രാജ്യങ്ങളാണ് കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിൽ നിന്ന് കിഴക്കൻ ഭാഗം പിളർന്നു മാറുന്നതോടെ ഇരുഭാഗത്തെയും വേർതിരിക്കുന്നത് സമുദ്രമായിരിക്കും. ആഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്ക എന്നിങ്ങനെ 2 ഭാഗങ്ങളായി മാറുന്നതോടെ ഇവയ്ക്കിടയിൽ റിഫ്റ്റ് രൂപപ്പെടും. ഇതോടെ കിഴക്കൻ ആഫ്രിക്ക ഉൾപ്പെടുന്ന സൊമാലി ഫലകം ന്യൂബിയൻ ഫലകത്തിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യും. പ്രതിവർഷം 2.5 സെൻറ്റിമീറ്റർ വേഗത്തിലാണ് സൊമാലി ഫലകം ന്യൂബിയൻ ഫലകത്തിൽ നിന്ന് തെന്നി മാറുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കിഴക്കൻ ഭാഗം ഭൂഖണ്ഡത്തിൽ നിന്ന് പിളർന്നു മാറുന്നതിൻ്റെ വേഗത പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണെന്നതിൻ്റെ സൂചനകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കെനിയയിലെ തിരക്കേറിയ മായി മഹിയു പാതയിൽ ഇതിനോടകം തന്നെ വലിയ വിള്ളൽ രൂപപ്പെട്ടു കഴിഞ്ഞു. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഭ്രംശരേഖയാണ് പാതയിൽ ഇത്തരത്തിൽ വിള്ളലുണ്ടാകാൻ കാരണം.